അല്ലാഹ് നാമം തരണേ നാക്കിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമനെ ആശയേകും മാബലേ അല്ല തന്ന കാതലേ. എക്സ്പീരിയൻസിൽ അള്ളാടെ ഒരു വരദാനത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഒരു പാട്ടിന് ഇരിക്കുക. അല്ല നിങ്ങളുടെ വാക്കോ വചനങ്ങളോ ഭാഷ എനിക്കറിയില്ല. ഈ പാട്ടിൽ എന്നെ വന്ന് അല്ല അരികിൽ നിന്ന് എല്ലാവരുടെ മുന്നിൽ എന്നെ നിറവ് കാണിക്കണേ. അല്ല അക്ഷരം നാക്കിൽ തരണേ, തൊണ്ട ചതിക്കാതെ. അല്ല എൻ്റെ ഈ പാട്ടിനെ വളരെയധികം. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് തൃശ്ശൂരിലെ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. പടിഞ്ഞാറേ നട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊരു ആളെ കണ്ടു. അതായത് നമ്മൾ പറയില്ലേ തെരുവിലെ മാണിക്യം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരാളെ കേട്ടോ. ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് എന്താ പറയുക, പാട്ടൊക്കെ പാടാൻ നല്ല പോലെ കഴിവുകളുള്ള ഒരാൾ. നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടൊരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്പ് ആവുന്നൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ആളാരാണെന്നും എന്താണെന്നും വീഡിയോ കണ്ടോളി. എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ഇനി ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ ഇനി തപ്പി നടക്കുന്നത് കേട്ടോ. കാരണം തെരുവിലെ മാണിക്യം എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും ബെറ്റർ ആയിട്ടൊരു വാക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്കൊന്ന് ലൈക്ക് അടിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആളെ എനിക്കൊന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം അധികം പേർക്കൊന്നും അറിയില്ല. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു ചേച്ചി ഇവിടെ? ഞങ്ങള് ശ്രീകൃഷ്ണന്റെ പടമൊക്കെ പെയിന്റ് കൊടുക്കുക. നല്ല പെയിന്റിങ് അല്ലേ? ഇത് ചേച്ചി വരച്ചാണോ? ഇപ്പൊ നല്ല വരച്ചോണ്ടിരിക്കണോ? അവരെങ്ങനെ പെയിന്റ് ഒക്കെ അങ്ങനെ സെറ്റ് ആക്കുന്നത്? പെയിന്റ് ഇവിടെ ഉണ്ട്, ഈ കടയിലുണ്ട്, വിഷ്ണുവില്. ഉണ്ട്. ഓക്കെ ചേച്ചി, ഞാനേ ഒരുപാട് വീഡിയോസുകൾ ചേച്ചിയെ കണ്ടു, കുറെ ഷോർട്ട് വീഡിയോ. പക്ഷെ ഇത്ര പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ചേച്ചി ഇവിടെ ഒറ്റക്കാണോ അങ്ങനെ നിൽക്കുന്നത്? ഒറ്റയ്ക്കെന്ന് വെച്ചാ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോ കൂട്ടുകാരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരൊക്കെ ചോറ് പഠിക്കാനും ഇതിനൊക്കെ അങ്ങനെ പോയി. ചേച്ചി ഇവിടെ എപ്പോ എത്തി? രാവിലെ ഞാൻ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ചേച്ചി നല്ലപോലെ പാട്ട് പാടും, അതൊക്കെ കേട്ടു. പാട്ട് പാടാന്ന് വെച്ചാൽ ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. ഭഗവാന്റെ ഒരു വരദാനത്തില് മുസ്ലിം ഗാനം പാടും, അതുപോലെ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങള്, അതുപോലെ സിനിമ പാട്ട് അധികമൊന്നും കിട്ടില്ല. പിന്നെ മുസ്ലിം ഗാനത്തിലാണ് ഞാൻ വൈറലായത്. സുബിന്റെ ഫോണിലാണ് ഞാൻ വൈറലായത്. അപ്പൊ പിന്നെ ചേച്ചി വരച്ചതാ? പെയിന്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഹലോ, വൈറലായത് മാപ്പിളപ്പാട്ടിൽ വൈറലായെന്ന് പറയുന്നത്. ആ വീഡിയോയില് പാട്ട് പാടി സുബിന്റെ ഫോണിലാണ്. പിന്നെ മലയാള മനോരമയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി വയ്യെ പോകുന്നവർക്കും ചേച്ചിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതായാലും ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നാണ്. എൻ്റെ ചാനലിൽ ചേച്ചി കൊണ്ടുവരുന്ന കുറേ കാലമുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിന് മുമ്പേ ഒരാൾക്കാർ ചേച്ചിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് പാട്ടുകളാണ് നമുക്ക് പാടേണ്ടത്. പിന്നെ അതുമല്ല ചേച്ചിയുടെ കുറച്ച് അവസ്ഥകൾ, ചേച്ചി വളരെ ബുദ്ധിമുട്ടിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഗുരുവായൂർ നമ്മളെ അമ്പലത്തിൽ പടിഞ്ഞാറേ നട അല്ലേ? പടിഞ്ഞാറേ നട എന്ന സ്ഥലത്താണ് ഞാനിവിടെ ഫസ്റ്റ് ടൈം വരെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചേച്ചിയുടെ പാട്ട് ഫസ്റ്റ് ടൈം അവിടെ വരുന്നത് ഞാൻ. അതന്നെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ എല്ലാവരും ചേച്ചി അറിയുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ചേച്ചി ഒരു എന്താ പറയുക, ഈ ഒരു തെരുവിൽ എങ്ങനെ ആയിപ്പോയി? ശരിക്കും എങ്ങനെ ആയിപ്പോയത്? അച്ഛനും അമ്മയൊക്കെ മരിച്ചു. പിന്നെ ഞാനും ഭർത്താവും വഴക്കായി. ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത്. പിന്നെ വീടൊക്കെ വിറ്റു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിപ്പോ അമ്മയും ഞാനും ഒറ്റയ്ക്കായി. അന്ന് അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ മരിച്ചപ്പോൾ പിന്നെ ആരുമില്ല. അപ്പോൾ ഈ ഗുരുവായൂർ വന്ന് ഒരു അഭയം ഭഗവാന്റെ നടക്കില്ല. ഇന്നത്തെ വരെ
നമ്മൾ ഒരു തെറ്റിനോ തെറിക്കോ ഒരാളെ കൊണ്ട് പറയിക്കാനോ ഒന്നും വന്നിട്ടില്ല. ഇവിടെ അന്വേഷിച്ചറിയാം. നല്ല രൂപത്തിൽ മാത്രമേ നമ്മൾ തന്നെ ഒരു അമ്മയെ പോലെയാണ് എല്ലാവരും കാണുന്നത്. ഞാൻ ചോദിച്ചപ്പോ തന്നെ എല്ലാവരും 5 കിലോമീറ്റർ അപ്പുറത്തെ ചേച്ചി എല്ലാവരും അറിയും മാത്രല്ല നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എല്ലാവരും അറിയൊന്നുമില്ല. അവർക്ക് ഈ പാട്ടിൽ കൂടെ എന്നെ എല്ലാവർക്കും കൂടുതൽ അറിയാം. ഇത് തോന്നുന്നു ഈ മാപ്പിളപ്പാട്ട് പാടിയതിനു ശേഷമാണ് ചേച്ചി എല്ലാവരും അറിയപ്പെട്ടത്. അത് ശരിക്കും ഈ മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് ചേച്ചിക്ക് എങ്ങനെ വലിയ എക്സ്പീരിയൻസ് എന്തായാലും ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ല. അള്ളാടെ ഒരു വരദാനത്തില് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഒരു പാട്ടിന് ഇരിക്കുക. അല്ല, നിങ്ങളുടെ വാക്കോ വചനങ്ങളോ ഭാഷ എനിക്കറിയില്ല. ഈ പാട്ടിൽ എന്നെ വന്ന് അല്ല അരികിൽ നിന്ന് എല്ലാവരുടെ മുന്നിൽ എന്നെ നിറവ് കാണിക്കണേ. അല്ല അക്ഷരം നാക്കിൽ തരണേ, തൊണ്ട ചതിക്കാതെ. അല്ല എൻ്റെ ഈ പാട്ടിനെ വളരെയധികം എനിക്ക് എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സംഭവം അല്ല എനിക്ക് ഉണ്ടാക്കി തരണേന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിലേക്ക് വരിക. അകലേ അകലെ മദീന ഒരു നോക്കു കാണാൻ ഒരുപാട് മോഹം, നബിയെ തിരുകേകം കാണാൻ മനം നൊന്തു തേങ്ങി ഒരുപാടു നാള്, പറന്നെത്തിടാ ഞാൻ മനസാലയെന്നും, പറന്നെത്തിടാ ഞാൻ മനസാലയെന്നും. സലാമേകണേ അല്ലാ വിധിയേകണേ, പാദാതികേശം കിനവൊന്നു കാണാൻ, പാദാതികേശം കിനവൊന്നു കാണാൻ, പാരാകെ വാഴ്ത്തും മിലാദൊന്നു ചൊല്ലാൻ. താരാപദങ്ങൾ സലാം ചൊല്ലുന്നേരം, താരാപദങ്ങൾ സലാം ചൊല്ലുന്നേരം, താരാട്ട് പോലും നിൻ മുന്നിൽ തോൽക്കും. കാണാനാശിച്ച് ദിനരാത്രം പോകും, കാണാനാശിച്ച് ദിനരാത്രം പോകും, മരണത്തിൻ മുമ്പേ പൂമുഖം കാണാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്നു ചേച്ചി, ഒരുപാട് ആൾക്കാർ ഇപ്പൊ അറിയുന്നുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോ എടുത്തപ്പോ ഇത്ര പേരോ ആ ഒരു സന്തോഷം ചേച്ചിക്ക് അങ്ങനെ പറയാല്ലേ? ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനും മനസ്സിൽ ദൈവത്തിനെ വിളിച്ചാണ് വന്നിരുന്നു. അല്ല എന്നെ ചതിക്കരുത്, എനിക്ക് ഈ ലോകത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ദൈവത്തിന്റെ ഒരു ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വയ്യാണ്ടായാലോ അല്ലെങ്കിൽ ഞാൻ മരിച്ചാലോ എനിക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ചേച്ചി അങ്ങനെ പറയാൻ പാടില്ല. ചേച്ചിക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, ഒരുപാട് മക്കളുണ്ട് ചേച്ചിക്ക് അല്ലേ? എത്ര പേര് ചേച്ചി അറിയുന്നുണ്ട്? പറഞ്ഞോളൂ. ഒരു വീടില്ലാത്തതിന്റെ ദുഃഖം വേറെ ഒരുപാട് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടു, ആരൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിനൊരു വിഷമമില്ല. അവരാരും തന്നില്ലെങ്കിലും ഭഗവാന്റെ നടക്കിലിരിക്കും, ആരും കാശും ചോദിക്കില്ലല്ലോ. ആര് ഗുണം ചെയ്താലും അവർക്ക് അല്ല വാരികോരി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചേച്ചി ശരിക്കും എത്ര വർഷമായിട്ട് ഇവിടെ? 14 വർഷം. 14 വർഷമായിട്ട് ഇവിടെ തന്നെ അല്ലേ? അപ്പൊ ചേച്ചി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആരാ തരുന്നേ? ഇവിടെ ലൈനിൽ കൊണ്ടുവരും. 1:30 ചോറ് കൊണ്ടുവരും ഒരു ചേട്ടൻ. പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുക്കാനൊന്നും വയ്യാത്ത കാരണം, നിൽക്കാനൊന്നും വയ്യാത്ത കാരണം ഞാൻ അമ്പലത്തിലേക്ക് പോവില്ല. പിന്നെ ഇഷ്ടമുള്ളവരെന്തെങ്കിലുമൊക്കെ കയ്യിൽ തന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. ചേച്ചി ഫസ്റ്റ് എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഇപ്പൊ ഈ മാപ്പിളപ്പാട്ട് കുറെ പാടുന്നു? അത് ഞാൻ പീഡിയയിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോ മുത്തുക്ക എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം, അങ്ങോര് ഞാൻ മൂളിപ്പാട്ട് പാടുന്നത് കേട്ടു. അപ്പോൾ പറഞ്ഞു, ശാന്തിച്ച ആ പാട്ട് ഒന്നും കൂടി ഒന്ന് പാടുകയോ ചോദിച്ചു പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ പാടി കൊടുത്തപ്പോൾ സെലിം കോടത്തൂർക്കാണ് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലി പറഞ്ഞ് ശാന്തേച്ചിക്ക് ആ പാട്ടുകൾ കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ലൈവിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പം മുത്തുക്ക വന്നിട്ട് ലൈവ് ഇട്ട് ഒരു പാട്ട് തന്നത്, അത് ലാഹില ഇല്ലല്ല എന്നുള്ളൊരു പാട്ടാണ് തന്നു. അത് ഞാൻ പഠിച്ച് പിന്നെ തന്നെയല്ല സെലിയുടെ പാട്ടാണ് കൂടുതൽ പാടിയത്. ഞാൻ കെട്ടിയ പെണ്ണ് എന്നുള്ള ആ പാട്ടാണ് വൈറലായത്. അപ്പൊ എന്തായാലും ചേച്ചി ഫസ്റ്റ് പാടി ലായിലാണ് പാടിയേ?
അല്ലല്ല, ഞാൻ കെട്ടിയ പെണ്ണ് എന്നുള്ളതിന് അതിലും ഇതിലും പാടിയിട്ടുണ്ട്. പിന്നെയാണ് ഈ ബാക്കിയുള്ള പാട്ടുകളൊക്കെ. ആ പാട്ടൊക്കെ എല്ലാവരും ഏറ്റെടുത്തു അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ ചേച്ചി ഒരു പുതിയ പാട്ട് ഇന്നലെ നമ്മൾ ഫോൺ വിളിച്ചപ്പോ പാടി, അത് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഒരു പാട്ടിലൂടെ? അന്ന് പറഞ്ഞതില്ല ഇന്ന് മറന്നു പൊന്നേ, മോള് വളരുമെന്ന് മേലാൽ വഴി എന്തെന്ന് എന്നെ പറഞ്ഞലട്ടി, നിന്റെ ദുഃഖം നിരത്തി കൽബ് കരിഞ്ഞും കൊണ്ട് നിന്നെ പിരിഞ്ഞു പണ്ട്. അന്നു പറഞ്ഞതില്ല ഇന്ന് മറന്നു പൊന്നേ, മോള് വളരുമെന്ന് മേലാൽ വഴി എന്തെന്ന്. അടിപൊളി. ചേച്ചി മാപ്പിളപ്പാട്ട് പാടുമ്പോണ്ടല്ലോ ചേച്ചിയുടെ ആ ഒരു കറക്റ്റ് ആ ഒരു അക്ഷരങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? അത് പറയാറുണ്ട്. കാരണം എന്താണെന്നറിയോ, എൻ്റെ വീടിൻ്റെ അവിടെ കംപ്ലീറ്റ് മുസ്ലിംസോ. അപ്പോൾ അവരിൽ കൂടെ അവരുടെ വീട്ടിൽ പോയി ഇരുന്നിട്ടും അവരോട് സംസാരിച്ചിട്ടും ആ ഭാഷ നമ്മുടെ. പിന്നെ ഒരു സത്യം പറഞ്ഞ ഇത് ലൈവിലും നിങ്ങളോട് മാത്രമാണ് ഇപ്പോൾ പറയണത് കേട്ടോ. എൻ്റെ അമ്മ 4 വർഷമായിട്ട് എന്നെ പ്രസവിച്ചിട്ടില്ല. അച്ഛൻ എന്നും അടിക്കാൻ അമ്മേനെ. അപ്പോൾ ഒരു തങ്ങൾ ഇതെന്നും കാണാറുണ്ട് പള്ളിയിൽ. അത് ചായ കുടിക്കാൻ വരും പള്ളിയിൽ നിന്ന്. അപ്പോൾ ഇതെന്നും അടി കിട്ടണ കണ്ടിട്ട് ഒരു ദിവസം തങ്ങൾ പറഞ്ഞ്, എന്തിനാണ്ടാ നീ ആ പെണ്ണിനെ എന്നും പാവം പെണ്ണിനെ തല്ലണ്? അതെ, അവൾ 4 വർഷമായിട്ട് പ്രസവിച്ചിട്ടില്ല തങ്ങളെ, അതാ തല്ലണെന്ന്. നീ തല്ലുകൊണ്ട് അത് റോട്ടിൽ പ്രസവിക്കുമോ? അതിന് വായുകുമ്മൻ്റെ കേടുണ്ട്. അപ്പോൾ അത് നെയ്യ് കഴിച്ചാലേ മാറുള്ളൂ. അപ്പോൾ ഞാൻ നെയ്യ് ഓതി തരാം, കായ് വേണം, ഒരു 1000 രൂപ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ നെയ്യ് ഓതി തരാം. അച്ഛൻ അപ്പം തന്നെ 500 റുപ്യ കൊടുത്തു. പിന്നെ മേടിക്കാൻ പോകുമ്പോൾ ബാക്കി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ്. പിറ്റേ ദിവസം മൂപ്പര് അത് മേടിക്കാൻ ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞ്, ഇത് കുളി കഴിഞ്ഞിട്ട് ഇറച്ചി മീനൊന്നും കൂട്ടാൻ പാടില്ല, ഉപ്പിട്ട കഞ്ഞി പപ്പടം കൂട്ടിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊരു ബന്ധങ്ങളും പാടില്ല, 1 മാസം വരെ നെയ്യ് കഴിച്ചിട്ട് നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടോളെ, അതൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തങ്ങളോട് പറഞ്ഞ് അങ്ങനെ നെയ്യൊക്കെ കഴിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇനി കുഴപ്പമില്ല, നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടോളാം, അതൊരു കുട്ടിയാണ്, അത് ഇല്ലെങ്കിൽ ഈ പള്ളിയിൽ ഞാൻ ഇരിക്കില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് ഇങ്ങനെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. പിറ്റത്തെ മാസം എന്നെ ഗർഭിണിയാവുകയാണ്. അപ്പോൾ അപ്പോൾ ഈ നെയ്യ് ഓതി കഴിച്ചതിൻ്റെ ആ ഒരു സംരക്ഷണം അവിടെ എനിക്ക് അവിടെ കിട്ടി. അങ്ങനെയാണ് ഈ ഒരു ഇസ്ലാമിക് ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയത്, അക്ഷരസ്ഫുടത മുസ്ലിങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാട്ടുണ്ടല്ലോ, എപ്പോഴും പാടുന്ന പാട്ട്, അതൊന്ന് പാടി നോക്കി. ആയിക്കോട്ടെ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമനെ ആശയേകും മാബലേ അല്ല തന്ന കാതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ജീവിത പൊന്നാരമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിലവിലെ ചേച്ചിന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്താണ് ഇപ്പൊ ചേച്ചിക്ക്? എനിക്ക് ഇപ്പോഴത്തെ ആഗ്രഹം സാറിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എല്ലാ ലൈവിലും പറയണത് തന്നെ ഇപ്പോഴും പറയണുള്ളൂ, എനിക്കൊരു വീട് വേണം.
അത്ര മാത്രം മതി. വേറെ ഒന്നും ഈ കുറേ ബിൽഡിങ് വേണം അല്ലെങ്കിൽ ഒരു വലിയ ചാക്ക് നിറച്ച് കാശ് വേണമെന്നല്ല ഞാൻ പറയണത്. ഒരു 2 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ ഓല കൊണ്ടുള്ള ഒരു ഷെഡ് മാത്രം വെച്ചിട്ട് അവിടെ നിന്ന് പകൽ അന്തോളം ഇരുന്ന് പിന്നെ ആൾക്കാരുള്ളിടത്തൊന്ന് പോയി കിടക്കുക. അല്ല ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ്.